ഒരു 40 വയസ്സിന് മുകളിലോട്ടുള്ള ഏജിലുള്ളവരാണോ നിങ്ങളിപ്പോഴും നോർമൽ സ്കിൻ കെയറും കൊണ്ടിട്ടാണോ ഇരിക്കണേ? എന്നാൽ അങ്ങനെയല്ല കേട്ടോ. നിങ്ങൾക്കിപ്പോൾ വേണ്ട ഒരു സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ നിങ്ങളുടെ സ്കിന്ന് ഭയങ്കര ഇലാസ്റ്റിസിറ്റി ആയിട്ടിരിക്കുന്ന ഒരു ടൈമായിരിക്കും. അപ്പോൾ നല്ല രീതിയിൽ സ്കിന്ന് കെയർ ചെയ്യേണ്ട ഒരു ടൈമാണ് കേട്ടോ. അപ്പോൾ ഒരു 40 വയസ്സിന് മുകളിലോട്ടുള്ള മെച്ചൂർഡ് ആയിട്ടുള്ള സ്കിൻ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഡെയിലി നിങ്ങളുടെ ഈ ഒരു മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന ടൈമിൽ ഏതെങ്കിലും ഒരു ഡ്രൈ ആയിട്ടുള്ള അല്ലെങ്കിൽ മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ചൂസ് ചെയ്യാതെ കുറച്ചൊന്ന് ഗ്ലോസി ഫിനിഷ് തരുന്ന ഫൗണ്ടേഷൻസ് തിരഞ്ഞെടുക്കാൻ നോക്കുക. അതേപോലെ തന്നെ ഐബ്രോസ് ഒക്കെ എഴുതുകയാണെങ്കിലോ ത്രെഡ് ചെയ്യുകയാണെങ്കിലോ കുറച്ചൊന്ന് കട്ടിക്ക് ത്രെഡ് ചെയ്യാൻ നോക്കുക. ഭയങ്കര അങ്ങ് തിന്നാക്കാതിരിക്കുക കേട്ടോ. പിന്നെ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡുകൾ തിരഞ്ഞെടുക്കുന്ന ടൈമിൽ കുറച്ചൊന്ന് ഒരു ബ്രൗണിഷ് കൈൻഡ് ഓഫ് ഷെയ്ഡ് വരുന്ന രീതിയിൽ തിരഞ്ഞെടുക്കുക. കൂടുതൽ ഈ പിങ്കും അല്ലെങ്കിൽ ഒരു മെറൂൺ കളറിലേക്ക് പോവാതെ ഒരു ബ്രൗണിഷ് കൈൻഡ് അല്ലെങ്കിൽ ഒരു ഓറഞ്ച് ടിൻ്റൊക്കെ വരുന്ന ഷെയ്ഡുകൾ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഐ ഷാഡോസ് എന്ന് പറയുമ്പോൾ കൂടുതലും ഐ ഷാഡോസിൽ ഫോക്കസ് ചെയ്യാതെ കൂടുതലും ഒരു ഈ ബ്ലഷ് എന്നുള്ള രീതിയിൽ നിങ്ങൾ കണ്ണിനേക്കാളും കൂടുതൽ ഒരു കവിലൊക്കെ കുറച്ചൊന്ന് നല്ലതാക്കാൻ നോക്കിയാൽ ഭയങ്കര നല്ലതായിട്ടിരിക്കും. ഇനി സ്കിൻ കെയറിലേക്ക് വരികയാണെങ്കിൽ ഒരു ആൻറ്റി ഏജിങ് ആയിട്ടുള്ള ക്രീം നൈറ്റിൽ യൂസ് ചെയ്യുക. റെറ്റിനോയിഡ് പോലുള്ള ഏതെങ്കിലും ഒരു ക്രീം യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അൺഡ്രൈ ക്രീംസ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നല്ലൊരു പാക്ക് എന്ന് പറയാനായിട്ടാണെങ്കിൽ ഡെയിലി ഇടാൻ പറ്റിയതാണ് നമ്മുടെ മത്തങ്ങ ഉണ്ടല്ലോ, നല്ല പഴുത്ത മത്തങ്ങ പാലിൽ നന്നായിട്ട് വേവിച്ചിട്ട് കുറച്ച് തേൻ ചേർത്തിട്ട് നമ്മൾ ഡെയിലി ഒരു പാക്ക് പോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിലും ഈ ഒരു ഏജിങ് സൈൻസ് ഒക്കെ ഒന്ന് കുറയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. കൂടെ തന്നെ ഡെയിലി കൊളോജൻ അടങ്ങിയിട്ടുള്ള ഡ്രിങ്ക്സുകളും ഇപ്പം കുറേ മാർക്കറ്റുകളിൽ അവൈലബിൾ ആണല്ലോ കൊളോജൻ ഡ്രിങ്കുകളൊക്കെ. അത് ഏതെങ്കിലും ഒന്ന് എടുക്കാനായിട്ടും കൂടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ കനക ഗൗതം വ്ലോഗ്സ് എന്ന യൂട്യൂബ് ചാനലിലുണ്ട് കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണമെങ്കിൽ അത് കണ്ടാൽ മതി, അല്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ബൈ.